നിധിയുടെ സുധീഷിന്റെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് നീതു വീട്ടിലേക്ക് തിരികെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി നീതുവിന്റെ അമ്മയ്ക്ക്. ആ സമയത്ത് നീതു യാതൊരു കൂസലില്ലാതെ നിൽക്കുകയാണ്. ആ നിപ്പ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അഖില് പറഞ്ഞു, നിൽക്കുന്ന നിപ്പ് കണ്ടില്ല അവള്, നാണമില്ലാത്തോളെ, എന്ത് കാണാനടി ഒരുമ്പൊട്ടോളെ നീ ഇങ്ങോട്ടേക്ക് വന്നേ. അപ്പോഴേക്കും നീതു പറഞ്ഞു, അതെ ഇതെന്റെ വീടും കൂടെയാ, നിന്റെ വീട് മാത്രമല്ല. ഓ പിന്നെ നിന്റെ വീട്, മിണ്ടാതിരുന്നോണം. ഒരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയിട്ട് ഒരു ഉളുപ്പില്ലാതെ അവള് കയറി വന്നിരിക്കുന്ന കണ്ടില്ലേ. അപ്പോഴേക്കും നീതു പറഞ്ഞു, എനിക്ക് വരണം തോന്നി, അതുകൊണ്ട് ഞാൻ വന്നെന്ന് പറഞ്ഞു. ആ സമയം നീതുവിൻ്റെ അച്ഛൻ ചോദിച്ചു, ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മനുഷ്യനെ നാണം കെടുത്താനാണ് നിന്റെ പുറപ്പാട്. ഞാൻ ആരെയും നാണം കെടുത്തൊന്നുമില്ല, നിങ്ങളല്ലേ പറഞ്ഞ എന്നോട് ഇറങ്ങിപ്പോയിക്കോളാൻ, അതുകൊണ്ട് ഞാൻ ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞു. അഖില് പറഞ്ഞു, മിക്കവാറും അവൻ അവിടെ ചെന്ന് ഇപ്പോൾ ഇവളെ വേണ്ടാന്ന് പറഞ്ഞു കാണും, ഇവളെ കൈയൊഴിഞ്ഞു കാണും, അതുകൊണ്ട് അവൾ ഇങ്ങോട്ടേക്ക് പോന്നേ, അല്ലെങ്കിൽ പിന്നെ ഇവൾ ഇങ്ങോട്ടേക്ക് വരുമോയെന്ന് ചോദിച്ചു. നീതു പറഞ്ഞു, അത്രയ്ക്ക് നിങ്ങൾ എന്നെ അങ്ങോട്ട് കൊച്ചാക്കുമൊന്നും വേണ്ട, എനിക്കറിയാമെന്ന് പറഞ്ഞു. എന്താടി നീ പറഞ്ഞതെന്ന് ചോദിച്ചുകൊണ്ട് കൈ നോക്കിക്കൊണ്ട് നീതുവിൻ്റെ അമ്മ അങ്ങോട്ട് വന്നു. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എൻ്റെ ദേഹത്താരും കൈ വെച്ചാണ്ടല്ലോ പിന്നെ ഞാൻ കാണിച്ചു തരുമെന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് മുറിയിലേക്ക് അങ്ങോട്ട് കയറിപ്പോയി കഥക് വലിച്ചടച്ചു. എടി നീ ഇങ്ങോട്ട് ഇറങ്ങി വാ, നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്, ഇന്ന് നിന്റെ കൈയും കാലിയാൻ തല്ലി ഓടിച്ചിടും, പിന്നെ നീ മുറിക്ക് പുറത്തിറങ്ങുന്ന എനിക്കൊന്ന് കാണണം. ഈ ലതയാരാ നിനക്ക് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിടന്ന് ആക്രോശിച്ചുകൊണ്ടിരിക്കുകയാണ്. നീതുവിന് മനസ്സിലായി താൻ പുറത്തിറങ്ങിയിട്ടുണ്ട് തന്നെ തല്ലുന്നു. അത് മാത്രമല്ല അഖില് പോയി കഥയിനിട്ട് മുട്ടുവാട്, തുറക്കടേ ഇങ്ങോട്ട്, നിന്നെ ഒന്ന് കോട്ട ഞാൻ ഇങ്ങോട്ട്, നിന്റെ കർണം അടിച്ചു പൊട്ടിക്കാത്തതിൻ്റെ കുഴപ്പമാണെന്ന് പറഞ്ഞുകൊണ്ട് അഖിലും കിടന്ന് ആക്രോശിച്ചു. പക്ഷെ അങ്ങനെ വിട്ടുകൊടുക്കാണ്ട് നീതു ഒരുക്കമായിരുന്നില്ല. ഇതേ സമയത്ത് രണ്ടുപേരും നീതുവും അതുപോലെ നീതുവിൻ്റെ കൂടെ ഹരീഷും കൂടെ പോയിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും ഒരുമിച്ചാണ് വീട്ടിൽ നിന്ന് പോയത്. പക്ഷെ തിരികെ ഹരീഷ് തനിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ടപ്പോൾ ഭാസ്കരൻ ചോദിച്ചു, അല്ല രണ്ടുപേരും ഒരുമിച്ച് പോയിട്ട് ഇപ്പോൾ ഒരാൾ മാത്രമല്ലോ, ഒരാൾ എന്ത് ചെയ്തെന്ന് ചോദിച്ചു. അതെ നിങ്ങൾ അറിയേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഇതിപ്പോൾ ഇത് എൻ്റെ തലയിലേക്കാണല്ലോ കയറുന്നത്, അതിനിപ്പോൾ ഞാനെന്ത് ചെയ്തു, ഞാൻ ചോദിച്ചതല്ലേ ഉള്ളെന്ന് പറഞ്ഞു. അങ്ങനെ ഹരീഷ് അകത്തേക്ക് അങ്ങോട്ട് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും സുധീഷ് ചോദിച്ചു, അല്ല എന്തിയെ നീതു എന്തിയെന്ന് ചോദിച്ചു. അപ്പോഴേക്കും സുഭാഷും നികേഷും നിധിയൊക്കെ വന്നു. നീതു പോയെന്ന് പറഞ്ഞു. പോയി അങ്ങോട്ട്, അവൾ അവളുടെ വീട്ടിൽ പോയി. വീട്ടിലാ? എടാ നീ എന്ത് ബുദ്ധിമോശാ കാണിച്ചത് സുധീഷ് ചോദിച്ചു. അവളുടെ വീട്ടിലേക്ക് എന്നിട്ടുണ്ടെങ്കിൽ അവളിനി വീട്ടുകാർ തല്ലില്ലേ, പിന്നെ അതിൻ്റെ പേര് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആവില്ലേ. അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല. സുഭാഷ് പറഞ്ഞു, നീ നിർബന്ധപൂർവ്വം അവളെ കൊണ്ട് പറഞ്ഞു വിട്ടതാണോ വീട്ടിലേക്ക്? അതൊന്നും അല്ല സുഭാഷ് ഏട്ടാ, അവൾ അങ്ങനെ ഒരു തീരുമാനം പറഞ്ഞ് അവൾ വീട്ടിലേക്ക് പോയിക്കോളാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ കൂടുതൽ നിർബന്ധിക്കാൻ പോയില്ല. അല്ല അപ്പോൾ കല്യാണം? അതെ ഞാൻ അവളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി, ഒരു 2-3 വർഷം കഴിഞ്ഞിട്ട് കല്യാണം മതിയെന്ന് പറഞ്ഞു. അവൾക്ക് കുഴപ്പമില്ല, കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ ഓക്കെയാ, അതുകൊണ്ട് പിന്നെ അവൾ വീട്ടിലേക്ക് പോയി. വീണ്ടും അവളെ കൊണ്ടുവിട്ടിട്ടാണ് ഞാൻ വരുന്നത്. സുഭാഷ് പറഞ്ഞിടാ, അവളെ അവളുടെ വീട്ടുകാർ പിടിച്ച് തല്ലുവോ മറ്റോ ചെയ്യുവോ, പ്രശ്നമാവുമോ? അങ്ങനെയൊന്നും ഇല്ലെന്നേ, അതൊക്കെ അവൾ മാനേജ് ചെയ്തോളാന്ന് പറഞ്ഞു. അവൾക്ക് അതിനുള്ള ആത്മവിശ്വാസം കാര്യങ്ങളൊക്കെ ഉണ്ട് സുഭാഷ് ഏട്ടാ, അതുകൊണ്ട് ആ കാര്യത്തിൽ പേടിക്കണ്ടെന്ന് പറഞ്ഞു. പക്ഷെ സുഭാഷിന് ഭയങ്കര ടെൻഷനായിരുന്നു, എന്താവും എങ്ങനെയാവും എന്നൊക്കെ ഓർത്തിട്ട്. പിന്നീട് നിധി മുറ്റത്ത് നിൽക്കുമ്പോഴത്തേനുമാണ് സുധീഷ് അങ്ങോട്ട് വരുന്നത്. നിധിയെ കണ്ടു കഴിഞ്ഞപ്പോൾ സുധീഷ് പറഞ്ഞു, എന്നാലും ഹരീഷ് ചെയ്ത്. അപ്പോഴേക്കും നിധി ചോദിച്ചു, അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഹരീഷ് എന്തിനാ എങ്ങനെ ചെയ്തതെന്ന് സുധീഷിന് വല്ല അറിയാമെന്ന് ചോദിച്ചു. അല്ല അത് പിന്നെ സുഭാഷ് ഏട്ടൻ നിൽക്കുവാണല്ലോ, അതുകൊണ്ടായിരിക്കും. സുഭാഷ് ഏട്ടൻ കല്യാണം കഴിക്കാതെ നിൽക്കുന്നതുകൊണ്ടാണ് ഹരീഷ് വിവാഹം കഴിക്കാത്തതെന്ന് പറഞ്ഞു. നീതി പറഞ്ഞു, അത് ശരിയാ, അതെനിക്ക് തോന്നുന്നുണ്ട്. ഹരീഷിന് മറ്റുള്ളവരോടൊക്കെ സ്നേഹമുള്ളൂ, പ്രത്യേകിച്ച് സുഭാഷ് ഏട്ടനോട്. കാരണം താനൊരു കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ സുഭാഷ് ഏട്ടൻ്റെ ജീവിതം തന്നെ തകർന്നു പോവോ. കാരണം അങ്ങനെ കല്യാണം കഴിച്ച എല്ലാവരും പറയില്ലേ, അനുജന്മാരെല്ലാം കെട്ടിച്ചേട്ടൻ നിൽക്കുക, എന്തോ ഒരു പ്രശ്നമുള്ളതുകൊണ്ടാ എന്നും പറഞ്ഞുകൊണ്ട് സുഭാഷ് ഏട്ടൻ്റെ പെണ്ണ് കിട്ടാതിരിക്കുമോ എന്നൊക്കെ ഓർത്തിട്ടാന്ന് തോന്നേ ഹരീഷ് വിവാഹം കഴിക്കായിരുന്നേ. എന്താണെങ്കിലും ഹരീഷിനോട് എനിക്കിപ്പം സ്നേഹം കൂടുക. അത് കേട്ടപ്പം സുധീഷ് പറഞ്ഞു, അല്ല നമ്മളെല്ലാ വശം ചിന്തിക്കണമല്ലോ. അത് കേട്ടപ്പോൾ നിധി ചോദിച്ചു, അല്ല ഈ സ്ഥാനത്ത് ഇപ്പോൾ സുധീഷാണ് എന്ത് ചെയ്തേനാ? സുധീഷാണെങ്കിൽ ഇപ്പം കല്യാണം കഴിക്കത്തല്ലേ ഉള്ളെന്ന് ചോദിച്ചു. അപ്പോഴേക്കും സുധീഷ് പറഞ്ഞു, ശരിയാ, ഞാൻ കല്യാണം കഴിക്കത്തുള്ളൂ. പെണ്ണിൻ്റെ കാര്യം കൂടെ നമ്മൾ നോക്കണമല്ലോ. നമ്മളങ്ങനെ കൊണ്ട് അവിടെ തിരികെ വിട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവൾ ആ വീട്ടുകാർ ഉപദ്രവിച്ചാലോ, അതൊക്കെ ഞാൻ നോക്കും, അതുകൊണ്ട് ഞാൻ എന്തായാലും കല്യാണം കഴിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. നിധി പറഞ്ഞു, എനിക്ക് തോന്നി സുധീഷ് അങ്ങനെയൊക്കെ ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് നിധി അങ്ങോട്ട് കയറിപ്പോയി. ഹരീഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പുണ്യപ്രവൃത്തി, നമ്മളെയൊക്കെ പുകഴ്ത്താനൊന്നും ആരുമില്ല, ഇനിയിപ്പം നമ്മളെക്കുറിച്ച് വല്ല പുകഴ്ത്തുന്ന വാക്കുകൾ ഇവള് പറയുന്നുണ്ടായിരിക്കുമോ മറ്റുള്ളവരുടെ എന്നൊക്കെ സുധീഷിൻ്റെ മനസ്സിലൊരു സംശയമുണ്ട്. അങ്ങനെ കുറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും നീതിൻ്റെ വീടിൻ്റെ മുറ്റത്തേക്ക് ഒരു പോലീസ് ജീപ്പ് വരുവാണ്. അതിനകത്തും കുറിച്ച് വനിതാ പോലീസുകാരും കൂടെ ഇറങ്ങി.
അങ്ങനെ നീതുവിൻ്റെ വീടിൻ്റെ അടുപ്പ് കോളിംഗ് ബെൽ അടിച്ച് കഴിയുമ്പോഴത്തേനും നീതുവിൻ്റെ അച്ഛൻ വന്ന് കഥ തുറന്നു. അല്ല എന്താ മേഡം, എന്താ കാര്യം, എന്താ? നീതുവിൻ്റെ വീടല്ലേ ഇത്? അതെ, നീതു ഇല്ല ഇവിടെ, മുറിക്കകത്തുണ്ടെന്ന് പറഞ്ഞു. നിങ്ങളാരാ? ഞാൻ നീതുവിൻ്റെ അച്ഛനാ. അപ്പോഴേക്കും നീതുവിൻ്റെ അമ്മ പറഞ്ഞു ഞാൻ അമ്മയെന്ന് പറഞ്ഞു. അവളെയും കൂടി വിളിക്കാൻ പറഞ്ഞു. ആ സമയം നീതുവിന് മനസ്സിലായി പോലീസ് എത്തിയിട്ടുണ്ടെന്ന്. അയ്യോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ മാഡം? ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. അയ്യോ, ആ ഒരുമ്പെട്ടോള് കാരണം എൻ്റെ ദൈവമേ, പോലീസും വീട്ടിലെത്തിയെന്ന് പറഞ്ഞുകൊണ്ട് നീതു എൻ്റെ അമ്മ നെഞ്ചത്തടിച്ച് നിലവിളിക്കുകയാണ്. അപ്പോഴേക്കും നീതു അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. ആ സമയം വനിതാ സൈ പറഞ്ഞു അതെ, നിങ്ങളുടെ മോളൊരു കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞു. കംപ്ലൈൻറ്റോ? അതെ, അവളെ ഇവിടെ ഉപദ്രവിക്കുവാന്ന്. ഉപദ്രവിക്കണോ? എൻ്റെ മേഡം, ഇവള് കള്ളത്തരം പറയുന്ന, ഞങ്ങൾ ആരും ഉപദ്രവിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. നീതിയോട് ചോദിച്ചു സത്യമാണോ പറയണേ? നീ ഫോൺ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞേ. മാഡം സത്യമാ, എനിക്കൊരാളെ ഇഷ്ടമാണ്, പക്ഷെ എൻ്റെ വീട്ടുകാർക്ക് ഇഷ്ടമില്ല. അതിൻ്റെ പേരിൽ എൻ്റെ കൈയും കാലും ഒക്കെ തല്ലി ഓടിക്കുന്നു പറഞ്ഞിരിക്കുന്നത് ഞാൻ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ, അതുകൊണ്ട് ഞാൻ കഥ അടച്ച് അകത്തിരിക്കുമായിരുന്നു. നിങ്ങൾ വന്നുകൊണ്ട് മാത്രം ഞാൻ പുറത്തിറങ്ങിയെന്ന് പറഞ്ഞു. എനിക്ക് പ്രൊട്ടക്ഷൻ വേണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം വനിതേസ ചോദിച്ചു സത്യമാണോ പറയണമെന്ന് ചോദിച്ചു. അപ്പോഴേക്കും നീതുവിൻ്റെ അമ്മയൊന്നും മിണ്ടിയില്ല. നീതുവിൻ്റെ അച്ഛൻ പറഞ്ഞു അല്ല, അത് പിന്നെ മാഡം, ഒന്നുമല്ലേ, നിങ്ങളുടെ മോളല്ലേ, നിങ്ങളുടെ മോളെ എങ്ങനെ ഉപദ്രവിക്കാൻ കൊള്ളാവോ? മാഡം കുറേ എന്നെ ഉപദ്രവിച്ചു, ഇനി തല്ലുകൊല്ലാൻ പറ്റാത്തതുകൊണ്ടാന്ന് പറഞ്ഞു. ആ സമയത്ത് അഖിലും ദേഷ്യം വന്നിട്ട് ഇടിയെന്ന് പറഞ്ഞ് കൈ വാങ്ങിക്കണം കൂടെ വരുവാണ്. അപ്പോഴേക്കും വനിതേസ ചോദിച്ചു ഞാൻ നിൽക്കുമ്പോൾ നീ കൈ വാങ്ങുന്നോ? എന്താണ് നിന്റെ പേര്? അഖില. നീ എന്ത് ചെയ്യുന്നു? ഞാനൊന്നും ചെയ്യുന്നില്ല, ജോലി അന്വേഷിക്കുന്നു. ഒരു ജോലിയും കൂലി ഏതാ തേരാപാരം നടന്നിട്ടാണ്ടാ നീ പെങ്ങളെ മര്യാദ പഠിപ്പിക്കാൻ പോകുന്നേ? നാണം ഉണ്ടോടാ നിനക്ക് എന്ന് ചോദിച്ചു. അല്ല അത് പിന്നെ മാഡം, ഒരു കാര്യം ചെയ്യാം, നീ ഞാൻ പറയുന്ന പോലെ ഒരു കത്തും കൂടെ എഴുതി തരാൻ പറഞ്ഞു. എന്താ മാഡം? എന്താ? ഇനി ഇവളുടെ ദേഹത്ത് മേലെ കൈ വെച്ചിട്ടുണ്ടല്ലോ, പിന്നെ നിന്നെയൊക്കെ തൂക്കി ഞാൻ അകത്തിടും, എഴുതി ഒപ്പിട്ട് താടാന്ന് പറഞ്ഞു. ഇനി ഉപദ്രവിക്കില്ല എന്ന് പറഞ്ഞോണ്ട് അങ്ങനെ എന്ത് ചെയ്തു, അഖിലിനെ കൊണ്ടും അതുപോലെ തന്നെ ചന്ദ്രനെ കൊണ്ടും ലതനെ കൊണ്ടും എല്ലാം സൈൻ മേടിപ്പിച്ചു. ഇനി നീതിനെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ അകത്ത് കിടക്കും. അഖിലിനോട് പറഞ്ഞു ഇനി ഇവളെങ്ങാനും ഉപദ്രവിച്ചെന്ന് പറഞ്ഞാൽ നീ അകത്ത് കിടക്കും, കുറഞ്ഞത് ഒരു 7 വർഷമെങ്കിലും ശിക്ഷ കിട്ടുമെന്ന് പറഞ്ഞു. 7 വർഷമോ? നീതുവിൻ്റെ അമ്മയും അച്ഛനും ഒക്കെ ആകെപ്പാടെ ഞെട്ടിപ്പോയി. പിന്നീട് അവർ പേപ്പറൊക്കെ മേടിച്ചുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങി പോകാൻ സമയത്ത് നീതിനോട് പറഞ്ഞു എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ അവരങ്ങോട്ട് പോയി. ഈ സമയത്ത് പിന്നീട് നീതു എന്ത് ചെയ്തു, വർക്ക്ഷോപ്പിലേക്ക് വന്നു. വർക്ക്ഷോപ്പിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ആകെപ്പാട് ടെൻഷൻ അടിച്ചിരിക്കുമായിരുന്നു. ഹരീഷൊക്കെ എന്താവുമെന്ന് അറിയത്തില്ല. കാരണം നീതുവിനെ വീട്ടിൻ്റെ അവിടെ കൊണ്ടുപോയി വിട്ടാൽ ഇനി ആ വീട്ടുകാർ പ്രശ്നം ഉണ്ടാക്കുമെന്ന് അറിയത്തില്ല. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും നീതുവിനോട് ഹരീഷ് ചോദിച്ചു എടാ എന്തായി കാര്യങ്ങളൊക്കെ, പ്രശ്നമായോ? വീട്ടിൽ വല്ല തല്ലു വല്ലതും കിട്ടിയോ? ഒന്നുമില്ല, നീ എനിക്കൊരു ചായ കഴിക്കണം എന്തെങ്കിലും പറയാൻ പറഞ്ഞു. അങ്ങനെ ചായയൊക്കെ മേടിച്ച് കുടിക്കുകയാണ്. ഇടി നീ കാര്യം എന്താ വെച്ചാൽ പറയും, ഇവിടെ മനുഷ്യൻ ടെൻഷൻ അടിച്ചിരിക്കുമെന്ന് പറഞ്ഞു. നീ എന്നെക്കുറിച്ച് എന്താ വിചാരിച്ചേ? ഞാൻ വെറും പൊട്ടിയാന്നോ? ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ അതിന് തക്കതായ ഒരു തീരുമാനം എടുത്തിട്ടാ പോയെന്ന് പറഞ്ഞു. തീരുമാനമോ? അതെ എന്ന് പറഞ്ഞിട്ട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയാ. അല്ല, പോലീസുകാർ വന്ന് പോയതിന് ശേഷം വീട്ടുകാർ നിന്നെ ഉപദ്രവിച്ചില്ലേന്ന് ചോദിച്ചു പോലീസ് വന്നതിൻ്റെ പേരിൽ. എവിടെന്ന്? ഞാൻ അകത്തേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ ആങ്ങള എന്നെ തല്ലാൻ കൈ വാങ്ങിക്കൊണ്ട് വന്നു. ഞാൻ തൊട്ടു പോരോന്ന് പറഞ്ഞു. ഇപ്പോഴെങ്ങനെ ഞാൻ പോലീസിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ പോലീസ് ഇവിടെ പാഞ്ഞെത്തുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എൻ്റെ സഹോദരനൊന്ന് അടങ്ങി. പിന്നെ ഞാൻ അടുക്കളയിൽ പോയി കുറച്ച് ചോറും കറിയൊക്കെ എടുത്തോണ്ട് നല്ല സുഭിക്ഷമായിട്ട് അവിടെ ഇരുന്ന് കഴിച്ചു. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം എനിക്ക് ഇത്ര ധൈര്യം ഉണ്ടെന്നുള്ള കാര്യം ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കണേന്ന് പറഞ്ഞു. എൻ്റെ ആങ്ങളയ്ക്കൊക്കെ നല്ല പേടിയായിപ്പോയി. ഇനി എന്നെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പോലീസുകാരെ ഒന്ന് തൂക്കിയെടുക്കുമല്ലോ എന്ന് ഓർത്തിട്ട്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ചന്തുവിനും ഹരീഷിനും ചിരിയാ വന്നത്. കാരണം ഇവൾ ഇത്ര ധൈര്യശാലിയാണോ, ഇത്ര കേമിയാണോ? പോലീസിനെയൊക്കെ വിളിച്ചു വരുത്തി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര നിസ്സാര കാര്യമൊന്നും അല്ലല്ലോ. അങ്ങനെ ഹരീഷിന് മനസ്സിലായി തന്നെയും കൊണ്ട് ഇവള് പോകുള്ളൂ എന്നുള്ള സത്യം. തന്നെ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാണ് തനിക്ക് വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെയാണ് കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.